ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്തജംബൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. യാ കുന്ദേന്ദുതുഷാരഹാരധവള യാ ശുഭ്രവസ്ത്രാവൃത യാ വീണാവരദണ്ഡമണ്ഡിതപരാ യാ ശ്വേതപദ്മാസന യാ ബ്രഹ്മാർച്ചുത ശങ്കരപ്രഭൃതിഭിർദേവൈ സദാ പൂജിത സാ മാം പാതു സരസ്വതി ഭഗവതി നിശേഷജാഡ്യാപഹ. ഓം ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗഭർ ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. സശംഖചക്രം സകിരീടകുണ്ഡലം സപീതവസ്ത്രം സരസീരുഹേഷണം സഹാരവക്ഷസ്ഥല കൗസ്തുഭശ്രിയം നമാമി വിഷ്ണും ശിരസാ ചതുർഭുജം. യസ്യ സ്മരണമാത്രേണ ജന്മ സംസാരബന്ധനാത് വിമുച്യതേ നമസ്തസ്മൈ വിഷ്ണവേ പ്രഭവിഷ്ണവേ നമ സമസ്തഭൂതാനാം ആദിഭൂതായ ഭൂപൃതേ അനേകരൂപ അരൂപായ വിഷ്ണവേ പ്രഭവിഷ്ണവേ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും സമാധാനം, ശാന്തി, ഈശ്വരകൃപ എല്ലാ മക്കൾക്കും ആയുരാരോഗ്യവും രോഗശാന്തിയും ഈശ്വരകൃപയും എല്ലാം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നമുക്ക് ശ്രീഹരി അഷ്ടകം ചൊല്ലാം. ജഗജ്ജാലപാലം കനൽകണ്ഠമാലം ശരച്ചന്ദ്രഭാലം മഹാദൈത്യകാലം നമോ നീലകായം ദുരാവാരമായം സുപത്മാസഹായം ഭജേഹം ഭജേഹം. ജഗജ്ജാലപാലം കനൽകണ്ഠമാലം ശരച്ചന്ദ്രഭാലം മഹാദൈത്യകാലം നമോ നീലകായം ദുരാവാരമായം സുപത്മാസഹായം ഭജേഹം ഭജേഹം. സദാംബോധിവാസം ഗളേ പുഷ്പഹാസം ജഗൽ സന്നിവാസം ശതാദിത്യഭാസം ഗദാചക്രഹസ്തം ലസൽപീതവസ്ത്രം ഹസച്ചാരുവക്ത്രം ഭജേഹം ഭജേഹം. രമാകണ്ഠകാരം ശ്രുതിവ്രാതസാരം ജലാന്തർവിഹാരം ധരാഭാരഹാരം ചിദാനന്ദരൂപം മനോജ്ഞസ്വരൂപം ഹൃദാനേകരൂപം ഭജേഹം ഭജേഹം. ജരാജന്മഹീനം പരാനന്ദപീനം സമാധാനലീനം സദൈവാനവീനം ജഗജ്ജന്മഹേതും സുരാനീകേതും ത്രിലോകൈകസേതും ഭജേഹം ഭജേഹം. കൃതാംനായഗാനം ഖഗാധീശയാനം വിമുക്തേർനിദാനം ഹതാരാതിമാനം സ്വഭക്താനുകൂലം ജഗൽ വൃക്ഷമൂലം നിരസ്താർത്ഥശൂലം ഭജേഹം ഭജേഹം. സമസ്താമരേശം ദിരേകാഭകേശം ജഗൽബിംബലേശം ഹൃദാകാശദേശം സദാ ദിവ്യദേഹം വിമുക്താഖിലേഹം സുവൈകുണ്ഠഗേഹം ഭജേഹം ഭജേഹം. സുരാളീബലിഷ്ടം ത്രിലോകീവരിഷ്ടം ഗുരുണാം ഗരിഷ്ടം സ്വരൂപൈകനിഷ്ടം സദായുദ്ധധീരം മഹാവീരധീരം ഭവാംബോധിതീരം ഭജേഹം ഭജേഹം. രമാവാമഭാഗം തലാഭഗ്നനാഗം കൃതാധീനയാഗം ഗദാരാഗരാഗം മുനീന്ദ്രൈ സുഗീതം സുരൈ സംഭരീതം ഗുണൗഘൈരതീതം ഭജേഹം ഭജേഹം.
ജഗജ്ജാലപാലം കനൽക്കണ്ഠമാലം ശരചന്ദ്രഭാലം മഹാദൈത്യകാലം നമോ നീലകായം ദുരാവാരമായം സുപത്മാസഹായം ഭജേഹം ഭജേഹം. നമുക്ക് ശ്രീ മധുരാഷ്ടകം എപ്പോഴും ഭഗവാനെ കൂടുതൽ കൂടുതൽ ആരാധിക്കണം, ആലപിക്കണം, നന്നായി സ്തുതിക്കണം. നമുക്ക് അതുകൊണ്ട് ചൊല്ലാം. അധരം മധുരം വദനം മധുരം നയനം മധുരം ഹസിതം മധുരം ഹൃദയം മധുരം ഗമനം മധുരം മധുരാധിപതേരഖിലം മധുരം വചനം മധുരം ചരിതം മധുരം വസനം മധുരം വലിതം മധുരം ചലിതം മധുരം ഭ്രമിതം മധുരം മധുരാധിപതേരഖിലം മധുരം വേണോർമധുരോ രേണോർമധുരാ പാണിർമധുരാ പാദൗ മധുരൗ നൃത്യം മധുരം സഖ്യം മധുരം മധുരാധിപതേരഖിലം മധുരം ഗീതം മധുരം പീതം മധുരം ഭുക്തം മധുരം സുപ്തം മധുരം രൂപം മധുരം തിലകം മധുരം മധുരാധിപതേരഖിലം മധുരം കരണം മധുരം തരണം മധുരം ഹരണം മധുരം സ്മരണം മധുരം വമിതം മധുരം ശമിതം മധുരം മധുരാധിപതേരഖിലം മധുരം ഗുഡ്യാ മധുരാ മാലാ മധുരാ യമുനാ മധുരാ വേചി മധുരാ സലിലം മധുരം കമലം മധുരം മധുരാധിപതേരഖിലം മധുരം ഗോപീ മധുര ലീലാ മധുര യുക്തം മധുരം ഭുക്തം മധുരം ദൃഷ്ടം മധുരം ശിഷ്ടം മധുരം മധുരാധിപതേരഖിലം മധുരം ഗോപാ മധുര ഗാവോ മധുര അഷ്ടേർമധുര സൃഷ്ടേർമധുര ദളിതം മധുരം ഫലിതം മധുരം മധുരാധിപതേരഖിലം മധുരം അധരം മധുരം വദനം മധുരം നയനം മധുരം ഹസിതം മധുരം ഹൃദയം മധുരം ഗമനം മധുരം മധുരാധിപതേരഖിലം മധുരം മധുരാധിപതേരഖിലം മധുരം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരുടെയും പേരുകളൊക്കെ ഞാൻ എഴുതി വെച്ചു. ഞാൻ പക്ഷേ ബുക്ക് എടുത്തുകൊണ്ട് വയ്ക്കാൻ ഒത്തില്ല മക്കളെ. അതുകൊണ്ട് ഇനി അടുത്ത, കാരണം ഇനിയിപ്പോൾ ഇത് ക്യാമറ ഒന്ന് മാറിപ്പോവും. കാരണം ഇതിൽ നിന്ന് കാരണം ഇന്നലെ എഴുതി വെച്ചതായിരുന്നു, പക്ഷെ ഇന്നലെ ഞാൻ ഭാഗത്ത് ഇട്ടില്ല. വീണ്ടും കുറച്ച് മക്കൾ അതിൽ വന്ന് കാണും, അത് നോക്കാനും ഒത്തില്ല. അതുകൊണ്ട് ഇനി എല്ലാവർക്കും കൂടെ അടുത്ത ദിവസം ഇടാം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും ഭഗവാൻ അർപ്പിക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നമ്മളിവിടെ വായിച്ചുകൊണ്ടുവന്ന അക്രൂരാഗമനം, ഭഗവാന്റെ അടുക്കലേക്ക് പറഞ്ഞു വിട്ടു കംസൻ. അങ്ങനെ അക്രൂരൻ അവിടെ വന്നു. എല്ലാവരുമായിട്ട് സൂര്യൻ ഉദിക്കുന്നതിന് മുന്നായിട്ട് അവരവിടുന്ന് യാത്ര തിരിച്ചു. പക്ഷേ ഗോപസ്ത്രീകൾക്ക് അതിയായ സങ്കടമുണ്ട്. കാരണം എന്താ, നന്ദാത്മജനെ പോകുന്നത് സന്തോഷം തന്നെയാണ്. അവർ നോക്കിയപ്പോൾ ഭഗവാന്റെ മുഖത്ത് യാതൊരു വിഷമവും ഇല്ല. എന്നാൽ ഗോപസ്ത്രീകൾക്ക് അതിയായ സങ്കടവും വിഷമവും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മോടൊരല്പവും സ്നേഹവുമില്ലല്ലോ. കാരണം ഈശ്വരൻ കണ്ണൻ്റെ മുഖത്ത് യാതൊരു വിഷമവും തോന്നിക്കുന്നില്ല. ഭഗവാൻ എന്തെല്ലാം നമുക്കറിയാം. ഇതിനകത്ത് ഉടനീളം നമ്മൾ എന്തൊക്കെയാണ് വായിച്ചിട്ടുള്ള ഭഗവാൻ എത്ര അസുരന്മാരെ എന്താ പറയുക വധിച്ചതും അവർ ഭഗവാനോട് കാണിച്ച ദുഷ്കർമ്മങ്ങളും ഒക്കെ ഓർക്കും. ഭഗവാൻ എന്തെങ്കിലും സങ്കടം മുഖത്തുണ്ടോ? അതുപോലെ തന്നെയാണ്. അത് വെച്ച് നമുക്ക് മനസ്സിലാക്കണം, ഭഗവാൻ ആരോട് സംഘമില്ല. ഭഗവാൻ കർമ്മം ചെയ്യാൻ വന്നു. ഭഗവാന്റെ കർമ്മം ചെയ്യുന്നു. ഇവിടെ അവതരിക്കേണ്ട കാര്യമില്ലല്ലോ. പരമാത്മാവിന് ഇതൊന്നും ഇല്ലല്ലോ. അവിടെ അരൂപിയല്ലേ. ആ ഭഗവാന് സങ്കടം കൊണ്ട് ഇവിടെ ഭഗവാനോട് നാരായണനോട് പാലാഴി ചെന്ന് കരഞ്ഞ് പറഞ്ഞു. അത് ഭൂമിദേവിയും ബ്രഹ്മാവും
ദേവേന്ദ്രനും ഒക്കെ ചെന്ന് കരഞ്ഞു പറഞ്ഞതുകൊണ്ടല്ലേ ഇവിടെ അവതാരം എടുത്തത്. അപ്പോൾ ഇവിടെ ഭഗവാൻ ഇവിടെ വന്നത് കാര്യം നിറവേറ്റിട്ട് ഭഗവാന്റെ സ്ഥാനത്തേക്ക് പോകും. അതുകൊണ്ട് ഇവിടെ കർമ്മം ചെയ്യാനായിട്ട് വന്നു. ഭഗവാൻ ആ കർമ്മങ്ങളെല്ലാം ചെയ്യുന്നു. എന്തിനാ വന്നത് അതുപോലെ വന്നു. നമ്മൾ എന്താ ചിന്തിക്കുക? ഗോപസ്ഥർക്ക് അത് അറിയുന്നില്ല. അതുകൊണ്ട് അവർ ശരിക്കും എപ്പോഴും ഭഗവാൻ സന്തോഷമായിട്ട് അവരുടെ കൂടെ കൂട്ടുകൂടി നിൽക്കണം. കളിച്ചും ചിരിച്ചും എല്ലാ ക്രീഡയും നടത്തിയും നടക്കണം. പക്ഷേ ഭഗവാൻ അങ്ങനെ നിന്നാൽ പറ്റൂ? അതുകൊണ്ട് അവർക്ക് അറിവില്ലാത്ത പൊടി കുഞ്ഞുങ്ങളാണ്. കാരണം എത്ര വളർന്നാലും ഉള്ളത്തിൽ അറിവ് വന്നില്ലെങ്കിൽ കുഞ്ഞുങ്ങളാണ്. അതുകൊണ്ട് അവർക്കത് അറിയത്തില്ല. അതുകൊണ്ടാണ് അവർക്ക് സങ്കടം ഉണ്ടായത്. ഭഗവാൻ അങ്ങനല്ലല്ലോ. ഭഗവാനൊരു ദേഹം എടുത്തു എന്നല്ലേ ഉള്ളൂ. ഭഗവാന്റെ ഉള്ളത്തിൽ പരമാത്മാവിന് എന്താ അറിയാത്തത്? എല്ലാം അറിയാം. അതുകൊണ്ട് ഇവർ സങ്കടപ്പെട്ടു. നന്ദാത്മജന് പോകുന്നത് സന്തോഷം, നമ്മോട് ഒരല്പവും സ്നേഹവുമില്ലല്ലോ. നമ്മോട് യാത്ര പറഞ്ഞതില്ല എങ്കിലും നിർമ്മലൻ ഒന്ന് തിരിഞ്ഞു നോക്കിയിടുകിൽ നന്മ ഇങ്ങോട്ടും കുറഞ്ഞു വരാമല്ലോ. തിരിഞ്ഞു നോക്കാമായിരുന്നല്ലോ. അവർക്ക് അത്രയേ ഉള്ളൂ സങ്കടം. കാരണം ഒന്നും പറയണ്ട, ഒന്നും സ്നേഹവും ഒന്നും തരണ്ട, പോകുന്ന യാത്ര ചോദിക്കുകയും വേണ്ട, ഒരു സ്നേഹവും വേണ്ട. പക്ഷേ ഒന്ന് തിരിഞ്ഞ് നമ്മളെ നോക്കിയിട്ട് പോകാമായിരുന്നല്ലോ. ഒരു കുറവും ഭഗവാൻ കൃഷ്ണന് സംഭവിക്കത്തില്ലല്ലോ. നമ്മെ എന്തിനു തിരിഞ്ഞ് നോക്കിയിടുന്നു? എന്താ നമ്മൾ ആരാണ്? നമ്മളെങ്ങും അല്ല, നമ്മൾ ആരും അല്ലല്ലോ. നമുക്ക് കാരണം നമുക്കറിയാം, നമ്മൾക്ക് ചിന്തിക്കാവുന്നത് നമ്മൾ ഈ ലോകത്തിൽ ഏറ്റവും ഒരു പുൽക്കൊടിയുടെ വില പോലും നമുക്കില്ല. അത് നമ്മൾ അങ്ങനെ ആകണം. ഈ ഗോപസ്ഥർക്ക് അതാണ്, നമ്മൾ ആരും അല്ലല്ലോ. നമ്മളോട് എന്തിന് ഭഗവാൻ തിരിഞ്ഞ് നോക്കണം? അതുകൊണ്ട് വന്ദിക്കുമോ ചാതകങ്ങളെ മേഘങ്ങളെ ഉറ്റുറ്റു നോക്കിയിരിക്കുന്ന ആരാണ്? വേഴാമ്പലിനാണ് വെള്ളദാഹം ഉള്ളത്. നമുക്കും അതുപോലെ ദാഹം, പരമാത്മാവിൽ ചേരാനുള്ള ദാഹം നമുക്കാ ഉള്ളത്. അപ്പം നമ്മൾ കാത്തിരിക്കണം. പക്ഷെ മേഘങ്ങൾ എന്തിനാ ഈ ഉപ്പനെ അല്ല സഹോദരത്തിനെ വേഴാമ്പലിനെ ഇങ്ങനെ വന്ദിക്കുന്നത്? മേഘത്തിൻ്റെ പാട്ടിനെ പോകും. ഭഗവാനും വന്നു പോകുന്നു. ഇവിടെ കർമ്മം ചെയ്യാൻ വന്നു. മേഘങ്ങൾ മഴ പെയ്യാൻ വരുന്നു. അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ അവർ കർമ്മം ചെയ്യുന്നു, മഴ പെയ്യുന്നു. അതുപോലെ അത് വെള്ളം ദാഹിച്ചിരിക്കുന്നവരെ കണ്ട് നന്ദി പറയേണ്ട കാര്യം, വന്ദിക്കേണ്ട കാര്യം വല്ലതും മേഘത്തിനുണ്ടോ? അതുകൊണ്ട് ഭഗവാൻ ഇവിടെ ആരെയും വന്ദിക്കേണ്ടതില്ല, ആരോടും യാത്ര ചോദിക്കേണ്ടതില്ല. അതുകൊണ്ട് ഈ പിള്ളേർക്ക് തന്നെ അത് മനസ്സിലായി, ഈ വേഴാമ്പലിന് ദാഹമുണ്ട്. അതേസമയം മേഘങ്ങൾ വേഴാമ്പലിനെ വന്ദിക്കുമോ? അതുപോലെ തന്നെയാണ് നമ്മളും. ചന്ദ്രിക സേവിക്കയില്ല ചകോരത്തെ. അപ്പോൾ എന്താ? ചന്ദ്രൻ്റെ വെട്ടം സേവിക്കയില്ല ചകോരത്തെ. ഉപ്പനാണ് ചകോരം. അപ്പം ഈ ചന്ദ്രൻ്റെ പ്രകാശം വേണമെങ്കിൽ നമുക്ക് പ്രകാശത്തിട്ടോണം. നമ്മളെ ആ ചന്ദ്രൻ്റെ പ്രകാശം നമ്മളെ അവന്ന് സേവിക്കേണ്ട കാര്യമുണ്ടോ? നമുക്കല്ലേ വെട്ടം വേണ്ടേ? അതുകൊണ്ട് ചന്ദ്രിക സേവിക്കയില്ല ചകോരത്തെ ഉപ്പനെ. നന്ദാത്മൻ നമ്മയൊക്കെ ത്യജിച്ചിതു. നന്ദാദികൾ പിമ്പേ മാനിച്ചു കൂടിയാർ നന്ദിതന്മാരായ വല്ലവന്മാർ ഷഠർ. അപ്പം എനിക്ക് അതിനെപ്പറ്റി എന്താണെന്ന് വെച്ചാൽ, ഈ വല്ലവന്മാരും വല്ലവിമാരും വെച്ചാൽ ഗോപസ്ത്രീകളും ഗോപന്മാരും അവരെല്ലാം അവിടെ ഒറ്റപ്പെട്ടതുപോലെ ഭഗവാനും നന്ദാദികളൊക്കെ പോയി. അപ്പം ഇവരെല്ലാം ഒന്നിച്ച് കഴിഞ്ഞുകൂടിയ ഒരു എന്താ പറയുക, ഒരു കുടുംബം പോലെ അത്രമാത്രം ഒന്നിച്ച് നടന്ന ഭഗവാനും എല്ലാവരും ഇല്ല. അവർ പോയപ്പോൾ ഇവർക്ക് ഒറ്റപ്പെട്ടതുപോലെ തോന്നി. വിഷമം, ഉള്ളിൽ അതിയായ സങ്കടം അങ്ങേയറ്റമുണ്ട്. അത് നമുക്കായാലും അങ്ങനെയല്ലേ? അപ്പോഴങ്ങനെ ഞങ്ങളെല്ലാവരും ഈ നന്ദിതന്മാരായ ഈ വല്ലവന്മാരൊക്കെ ഷഠരാണ് എന്നിവണ്ണം ഗോപിമാർ മനം കേഴുമ്പോൾ, ഇങ്ങനെ സങ്കടപ്പെട്ടു കരയുമ്പോൾ നന്ദാത്മജൻ കൃപാശാലി ജനാർദ്ദനൻ സന്ദേശവാക്കുകൾ കൊണ്ടവർ മാനസം തന്നെ തണുപ്പിച്ചതെന്നറി മന്നവ. പരീക്ഷിത് മഹാരാജാവേ, ശീർഷക മഹാമുനി പറയുന്നു, ഭഗവാൻ ഇവിടെ എല്ലാവർക്കും കൃപാശാലിയായ ഭഗവാൻ ജനാർദ്ദനൻ എന്ത് വന്നു? സന്ദേശവാക്കുകൾ. ഭഗവാൻ എപ്പോൾ അങ്ങോട്ട് പോയെങ്കിലും അവിടുന്ന് സന്ദേശം കൊടുത്തു വിടും ഇവരെ സമാധാനിപ്പിക്കാൻ. ഭഗവാൻ അറിയാം പെട്ടെന്ന് തന്നെ ഇങ്ങനെ പോയൊരു പോക്ക്. അല്ലെങ്കിൽ എന്ത് വേണം? അങ്ങനെ അറിവുള്ള ജ്ഞാനികളായിരിക്കണം ഈ കുട്ടികൾ. യാതൊരു വിവരം ഈ ആധ്യാത്മികമായ ഒരറിവും ഇല്ലാത്ത കുഞ്ഞുങ്ങളല്ലേ. അവർക്ക് പശുകൃഷിയാണ്, അവർക്ക് എന്തറിയാം? കുഞ്ഞുങ്ങളല്ലേ. എത്ര വളർന്നാലും അവരുടെ മനസ്സ് ലോലമല്ലേ. ഭഗവാനോട് ചേർന്ന് നിന്ന് ആ ഒരു സ്നേഹം അവരെങ്ങനെ അവരുടെ ഹൃദയം തളർന്നു പോകത്തില്ലേ? അത് ഭഗവാൻ അറിയാം. അതുകൊണ്ട് ഭഗവാൻ അവിടെ ചെന്നിട്ട് നല്ല നല്ല കാര്യങ്ങളൊക്കെ ഇവർക്ക് സമാധാനത്തിനുള്ള സന്ദേശങ്ങളെല്ലാം കൊടുത്തു വിടും. അത് നമുക്കിനി പോകെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമുക്കിനി മധുരാപുരി യാത്ര. അങ്ങനെ ഭഗവാനും ബലരാമനും നന്ദാദി ഗോപന്മാർ എല്ലാവരും കൂടെ അവിടേക്ക് പോകുന്ന വഴി, എന്താ പറയുക, ഈ രഥത്തിൽ കയറി അവർ യാത്ര ചെയ്യുന്നു. ഒന്നും തിരിഞ്ഞു പോലും നോക്കിയില്ലല്ലോ എന്ന് പറയും. ഇവരിങ്ങനെ കരഞ്ഞത് നമ്മൾ ഇന്നലെ വായിച്ചു കഴിഞ്ഞ പ്രാവശ്യം. നമുക്കിനി അവർ യാത്ര തിരിച്ചതിനെ പറ്റി എന്താ ഈ നടക്കുന്ന കാര്യം ഓർക്കാം, നമുക്ക് ചൊല്ലാം. അത് നമുക്ക്
കണ്ടു വായിക്കാം. മധുരാപുരി യാത്ര. ഭഗവാനെ നാരായണ പരമേശ്വര. തേരും നടത്തിനാൻ അക്രൂരൻ അന്നേരം പാരാതെ ചാടും നടത്തി ഗോപാലരും പിന്നാലെ ചെന്നു കൂടിടിനാർ ഗോപികൾ ഉന്നത സ്യന്തനം ചാടുകളോടോടിച്ചെന്നു മറയുന്ന ചന്ദനം തൻ കൊടി തന്നെയും തദ്ധൂളി തന്നെയും നോക്കിയിട്ട് നിന്നിടിനാർ ഗോപസുന്ദരിമാർ. പിന്നെ മന്ദമന്യേ തേർപ്പൊടിയും മറഞ്ഞൊരു നേരത്ത് നാരിമാർ ദുഃഖവും കൈക്കൊണ്ട് വണ്ടി ഇങ്ങനെ പോകുമ്പോൾ അക്രൂരൻ രഥം തെളിച്ചുകൊണ്ട് പോകുമ്പോൾ ചാട് അത് നടത്തി ഇങ്ങനെ പോയപ്പോൾ ഈ ഗോപാലരും ഇവിടുത്തെ കുട്ടികൾ ഗോപസ്ത്രീകളും ഗോപകുമാരന്മാരെല്ലാം അവർ വിഷമിച്ച് നിൽക്കുകയല്ലേ, അവർ പിന്നാലെ ചെന്ന് കൂടി. അവർ പോകുന്ന ഓടി നമ്മൾക്ക് ഇവിടെ നമുക്ക് നമ്മുടെ അപ്പോൾ അച്ഛനോ അമ്മയോ വന്നിട്ടൊക്കെ പോകുമ്പോൾ നമ്മൾ കൂടെ കുറേ അങ്ങോട്ട് നടന്ന്, ഞാൻ പണ്ടിങ്ങനായിരുന്നു, അമ്മയൊക്കെ അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ കുറേ നടക്കും, അവിടം വരെ അങ്ങ് നടന്നിട്ട് പിന്നെ തിരിച്ചു വരും. വിഷമമാണ് പോകുന്നത്, എവിടെയെങ്കിലും പോകുന്നത് ഭയങ്കര വിഷമമാണ്. പണ്ട് കുട്ടിനാളിൽ എനിക്കങ്ങനെ ഉണ്ടായിരുന്നൊരു കുഴപ്പം. അല്ലെങ്കിൽ എന്നെ കൂടെ കൊണ്ടുവന്ന് നിലവിളിച്ച് അവസാനം ഞാൻ കൂടെ നടന്ന് പോയിട്ട് ഒക്കത്തിലെന്ന് കാണുമ്പോൾ, കാരണം എനിക്ക് ഡ്രസ്സൊന്നും ചെയ്തിട്ടല്ലല്ലോ പോകുന്നത്, അങ്ങനെ അമ്മ തിരിച്ച് വരത്തില്ല എന്ന് കാണുമ്പോൾ പിന്നെ രണ്ടും കൽപ്പിച്ച് തിരിച്ചു പോരും. അതുപോലെ ഈ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്തു, പിന്നാലേ ചെന്നുകൂടി. അവർ കൂടെ ഭഗവാന്റെ അവർ പോകുന്ന വണ്ടിയുടെ പുറകെ വച്ച് പിടിച്ചു. ഉന്നത സ്യന്തനം എന്ത് ചെയ്തു, ഉന്നതമായ രഥമല്ലേ, അത് ചാടുകളോട് ഓടിച്ചെന്ന് മറയുന്ന. അവരിങ്ങനെ ചാടി ചാടി കുതിരവണ്ടി ഇങ്ങനെ പോകുമല്ലേ, അപ്പോഴെന്ത് വന്നു, മറയുന്ന സമയത്ത് സ്യന്തനം തൻ കൊടി തന്നെയും, അതായത് ഈ രഥത്തിലെ കൊടിയും എല്ലാ തൂളി തന്നെയും നോക്കിയിട്ട് അവിടെ മൊത്തവും പൊടി പറക്കുക. ഇത് പടപട ഇന്ന് ടാറിങ്ങുള്ള റോഡൊന്നുമല്ല, കോൺക്രീറ്റും ഇല്ല, ഇത് ചക്രവണ്ടി ഇങ്ങനെ പോകുമ്പോൾ അവിടുത്തെ പൊടി പടലങ്ങളെല്ലാം അവിടെ മൊത്തവും കൊണ്ട് വലിയ പുക പോലെ അങ്ങ് നിറയും. അപ്പോൾ തന്നെയും അത് തൻ കൊടി തന്നെയും, അത് ചെന്ന് മറയുന്ന സന്തനം തൻ കൊടി തന്നെയും, അതിലെ കൊടിയും ധൂളി തന്നെ അവിടുന്ന് പറക്കുന്ന ആ പൊടിയും നോക്കിയിട്ട് നിന്നിടിനാർ ഗോപസുന്ദരിമാർ. അവർ ഗോപന്മാരും അവിടെ ഗോപികളും ഈ സ്ത്രീകളും അവിടുത്തെ ഗോപികളും പുരുഷന്മാർ, ഇവരുടെ കൂടെ ഭഗവാന്റെ കൂട്ടുകാർ, അവരും ഈ സുന്ദരിമാരായ ഗോപികളും പിന്നെ എന്ത് ചെയ്തു, മന്ദമന്യേ തേർപ്പൊടിയും മറഞ്ഞൊരു നേരത്ത്, ഈ തേരിൻ്റെ പൊടിയൊക്കെ പിന്നെ മറഞ്ഞു വരും. ആ നേരത്ത് നാരിമാർ ദുഃഖവും കൈക്കൊണ്ട് ഈ പൊടി അത്രയും വരും. കുറേ നേരം കഴിയുമ്പോൾ വണ്ടി ദൂരോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ പൊടിയൊക്കെ ഒന്ന് മറഞ്ഞു വരുമല്ലോ. അപ്പോഴെന്താ ഇവർ ചെയ്യുന്നത്, വണ്ടി പോയിക്കൊണ്ടിരിക്കുക, ഇവർ ആ പൊടി പടലത്തിൽ കൊണ്ട് ഇവർക്ക് തെളിഞ്ഞ് കാണാൻ പോലും പറ്റത്തില്ല. ഈ അതിൻ്റെ കൊടിയോ ഈ രഥത്തിൻ്റെ കൊടിയും എല്ലാം ഈ ധൂളി, അതായത് ഈ പൊടി കൊണ്ട് ഒന്നും കാണാൻ വയ്യാതെ ആ പൊടിയൊക്കെ ഒന്ന് മറഞ്ഞ് അല്പം ഒന്ന് നേർത്ത് വന്നപ്പോൾ ഇവരെന്താ ചെയ്യുക, നാരിമാർ ദുഃഖവും കൈക്കൊണ്ട് എന്താ പറയുക, നാരായണം ജീവിതേശ്വരം കൈവിട്ടു ജീവിച്ചു വാഴ്കയിലുള്ള മോഹത്തെയും ഗോപിമാർ കൈവിട്ടു ഗോകുലം പുക്കിതു. അവർ അത്രത്തോളം ഹൃദയം പൊടിഞ്ഞിട്ട് നാരായണം ജീവിതേശ്വരൻ കൈവിട്ടു. ഭഗവാൻ അങ്ങ് പോയപ്പോൾ എന്തോ കയ്യിൽ നിന്ന് പോയതുപോലെ. എന്താണെന്ന് അവർക്ക് നമുക്കറിയാം. എനിക്ക് ആ വേദന ഇപ്പം ഞാൻ ഉൾക്കൊള്ളുന്നു. അവർക്ക് അത്രമാത്രം സങ്കടം സഹിക്കാതെ ഈ രഥം മുമ്പോട്ട് പോകുന്നു. രണ്ടും കൽപ്പിച്ച് അവരുടെ കൂടെ ഓടി. പക്ഷേ സഹിക്കാൻ വയ്യാതെ ഈ പൊടി കൊണ്ട് അവിടെ നിറഞ്ഞപ്പോൾ അവർക്ക് ദൂരോട്ട് പോയപ്പോൾ തന്നെ പൊടിപടലങ്ങളൊക്കെ ഒന്ന് മാറി വന്നപ്പോൾ ഇവർ സങ്കടം സഹിക്കാതെ കേഴുക. നാരായണം ഭഗവാൻ പരമേശ്വരൻ പരമാത്മാവായ ഭഗവാൻ ജീവിതേശ്വരം അവിടെ നിന്നെല്ലാം കൈവിട്ട് പോയി, നമ്മുടെ ഉള്ളിൽ നിന്നും എല്ലാം പോയതുപോലെ. അങ്ങനെ ജീവിച്ച് വാഴുകയിലുള്ള മോഹത്തെയും ഗോപിമാർ കൈവിട്ട് ഗോകുലം പുക്ക്. ഇതെല്ലാം ആ മോഹമൊക്കെ ആ വിഷമമൊക്കെ കയ്യിൽ നിന്ന് കളഞ്ഞിട്ട് അവർ ഗോകുലത്തേക്ക് പോയി. തിരിച്ച് അവർ ആ ഇവിടം വരെ ഓടി അവർ തിരിച്ച് അവരവരുടെ ഗോകുലത്തേക്ക് തന്നെ അവർ തിരിച്ച് പോരുന്നു. അപ്പോൾ അവരുടെ ഉള്ളിൽ നിന്ന് ആ എന്തോ പോയതുപോലെ കൈവിട്ട് പോയി. എന്നാലും അവർ ജീവിച്ച് വാഴുകാനുള്ളൊരു മോഹത്തെ കൊണ്ട് അവരെന്ത് ചെയ്തു, തിരിച്ച് സങ്കടങ്ങളെല്ലാം കളഞ്ഞിട്ട് അവർ തിരിച്ചു പോരുന്നു. സങ്കടപ്പെട്ടിരുന്നിട്ട് കാര്യമുണ്ടോ? ചന്ദ്രൻ മറഞ്ഞ ഗഗനം അതുപോലെ വന്ന് ഭവിച്ചതു ഗോകുലം അക്കാലം. ആ കുറേ കാലത്തേക്ക് എന്ത് വന്നു, ചന്ദ്രൻ ഇല്ലാതെ വന്നാൽ എങ്ങനെ ഇരിക്കും ഗഗനം, ആകാശം കുറ്റാക്കുറ്റിരുട്ടല്ലേ.
എന്തെങ്കിലും പ്രകാശം ഉണ്ടാവുമോ? രാത്രി എങ്ങനെ ചന്ദ്രൻ ഇല്ലെങ്കിൽ ഇരുട്ട് എങ്ങനെ? അതുപോലെ ആ ഗോകുലം മൊത്തവും ഇരുട്ട് നിറഞ്ഞു. എന്താ, വെളിച്ചം പോയി, പരമാത്മാവ് അവിടുന്ന് പോയി. അപ്പോൾ അവിടെ എല്ലാം കൊണ്ടും വിഷമം, ആ ദുഃഖം കുറച്ച് ദിവസത്തേക്ക് കാണുമല്ലോ. അപ്പോൾ അങ്ങനെ അവർ സഹിക്കാൻ വയ്യാതായപ്പോൾ അവിടെ ഇരുള് കയറി വെച്ചാൽ മനസ്സിന് അവിടെ ഹൃദയം മൊത്തവും വേദനിച്ച് ഈശ്വരൻ ഭഗവാൻ ഉണ്ടെങ്കിലേ മഹാലക്ഷ്മി അവിടെ ഉള്ളു. എല്ലാം കൊണ്ടും അവിടെ ഇരുള് കയറി. അപ്പോൾ എന്ത് വന്നു, അവിടെ ചന്ദ്രൻ മറഞ്ഞതുപോലെ, ചന്ദ്രൻ ഇല്ലാത്ത ആകാശം പോലെയായി. അങ്ങനെ ഭവിച്ചതു ആ ഗോകുലം അക്കാലത്ത്, ആ സമയം അങ്ങനെയായിരുന്നു. ഗോവിന്ദവൃത്ത ഗീതേന സുഖം പൂണ്ട് ഗോപിമാർ ഗോകുലേ ഭക്തിയാ വസിച്ചതു. അവർ ഭക്തി കൈവിട്ടില്ല. ഗോവിന്ദവൃന്ദത്തെ, അതായത് ഗോവിന്ദനായിരിക്കുന്ന ആ വൃത്തം, ഭഗവാന്റെ വൃത്തങ്ങൾ ഗീതേനെ സുഖം പൂണ്ട്. ആ ഭഗവാന്റെ കാര്യങ്ങൾ, വൃത്തങ്ങൾ എന്തൊക്കെയാണ് നടന്ന് അത്രയും നാളത്തെ, അതെല്ലാം അവർ മൂളിപ്പാട്ടും പാടി ഗീതമൊക്കെ അങ്ങനെ എന്തെങ്കിലും ഭഗവാനെ പറ്റി എന്തെങ്കിലുമൊക്കെ സമയം പോക്കണ്ടേ, വിഷമം മാറ്റണ്ടേ, അങ്ങനെ പാടിയും സ്തുതിച്ചും സുഖം പൂണ്ട് ഗോപിമാർ ഗോകുലേ ഭക്തിയാ വസിച്ചു. അവിടെ അങ്ങനെ അവർ ഭക്തി പൂണ്ട് ഭഗവാനെ തന്നെ ചൊല്ലി ചൊല്ലി ചില മൂളിപ്പാട്ടും കാര്യങ്ങളൊക്കെ പാടി ഭഗവാന്റെ കൃഷ്ണ നാരായണ എന്നൊക്കെ ചില പാട്ടുകളൊക്കെ തന്നെ ഉണ്ടാക്കി ഗീതം, അതാണ് ഗോവിന്ദ വൃത്തഗീതം. ഭഗവാനോടെ ഉള്ളപ്പോൾ എന്തായിരുന്നു അതൊക്കെ ഓർത്തോർത്ത് ഒരു ഗീതം ഉണ്ടാക്കി പാടി ഒരു ഭക്തി കൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഭക്തി ഉള്ളവർക്ക് അത് അങ്ങനെ സംഭവിക്കും. എന്നിട്ടോ അങ്ങനെ ഒരു ഭക്തിയാ അവിടെ വസിച്ചു. എന്നിട്ട് പിന്നെന്താ ചെയ്തേ? രാമനും കൃഷ്ണനും അക്രൂരനും മറ്റും കോമളമായ കാളിന്തി തടമ്പുക്കാർ തേരതിൽ നിന്നങ്ങിറങ്ങി മുകുന്ദനും സീരിയുമായി ചെന്നു. ദേഹശുദ്ധ്യാദിയും പാരാതെ പിന്നെ ജലപാനവും ചെയ്തു. തേരതിൽ വന്നങ്ങിരുന്നിരുവരും. അങ്ങനെ എന്ത് ചെയ്തു? കൃഷ്ണനും രാമനും ഇങ്ങനെ പൊയ്ക്കൊണ്ടത് കാളന്തി തടത്തിൽ ചെന്നു. പോയി വന്നപ്പോൾ കാളന്തി നദി ഉണ്ടല്ലോ, അവിടെ ചെന്ന് ആ തടത്തിൽ ചെന്ന് അവിടെ നിന്നു. എന്നിട്ട് എന്താ, തേരിൽ നിന്നങ്ങ് ഇറങ്ങി കൃഷ്ണനും സീരി, അതായത് ബലരാമനും കൂടെ രഥത്തിൽ നിന്ന് ഇറങ്ങി. ഭഗവാൻ എന്ത് ചെയ്തു? മുകുന്ദനും സീരിയുമായി ഒന്നിച്ച് ദേഹശുദ്ധി ചെയ്തു. കാളന്തി നദിയിലിറങ്ങി ആ തടത്തിൽ കൊണ്ട് നിർത്തി. അവിടെ ഇറങ്ങി കൃഷ്ണനും ബലരാമനും ദേഹശുദ്ധിയാദിയൊക്കെ ചെയ്ത് പാരാതെ കുറച്ച് ജലമൊക്കെ എടുത്ത് പാനം ചെയ്തു. അല്പം വെള്ളം എടുത്ത് കുടിച്ചു. തേരതിൽ വന്നങ്ങ് ഇരുന്ന് എന്നിട്ട് അവരെന്ത് ചെയ്തു? രണ്ടുപേരും തേരിൽ വന്നപ്പോൾ അക്രൂരൻ വണ്ടിയിലിരിക്കുക, രഥത്തിലിരിക്കുക. ഇവർ രണ്ടുപേരും പോയി ഇതൊക്കെ ചെയ്ത് വെള്ളവും കുടിച്ചിട്ട് വന്ന് തേരിൽ വന്നങ്ങ് ഇരുന്നു. തേര് ഒരു തരു ചായയിൽ നിർത്തിനാൻ. അങ്ങനെ അവസാനം എന്ത് വന്നു? അതിൽ വന്നിരുന്നിട്ട് ഈ അക്രൂരൻ എന്ത് ചെയ്തു? തേര് ഒരു തരു, അത് വൃക്ഷച്ചായയിൽ, വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ കൊണ്ട് നിർത്തി. അദ്ദേഹത്തിന് ഇറങ്ങി പോകണമല്ലോ. ഇവർ രണ്ടുപേരും മുന്നേ പോയി ദേഹശുദ്ധിയൊക്കെ ചെയ്തിട്ട് തിരിച്ചു വന്ന് തേരിലിരുന്ന്. അക്രൂരൻ തേര് ഒരു വൃക്ഷച്ചുവട്ടിൽ കൊണ്ട് നിർത്തി. സാരനാം അക്രൂരനും പോയി ജലാശയെ ചെന്ന് മുങ്ങിക്കിടന്നുള്ളിൽ വിചാരിച്ചാൻ. സാരനായിരിക്കുന്ന ഈ അക്രൂരൻ എന്ത് ചെയ്തു? ആ നദിയിൽ പോയി ചെന്ന് മുങ്ങിക്കിടന്നു. അദ്ദേഹം ആ നദിയിൽ പോയി കിടന്നിട്ട് ജലാശയത്തിലെ ചെന്ന് മുങ്ങിക്കിടന്നിട്ട് എന്താ വിചാരിച്ചത്? ഇദ്ദേഹം ഭക്തനല്ലേ, ഭക്തൻ ചിന്മയം നാരായണം മൂലമന്ത്രവും വിചാരിച്ച എന്താണ്? പരമാത്മാവായ ചിന്മയൻ ഭഗവാൻ നാരായണനെ തന്നെ, ആ നാരായണന്. അപ്പം നമ്മൾ ഭക്തന്മാരെങ്ങനെയാണ്? കുളിക്കുമ്പോഴും ജപിക്കുമ്പോഴും എന്ന് വേണ്ട, ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും ഒക്കെ നാരായണ മന്ത്രം ജപിക്കത്തില്ലേ? ഒരു ഭക്തൻ്റെ രീതി അതാണല്ലോ. ഇദ്ദേഹം ചെന്ന് വെള്ളത്തിൽ മുങ്ങിയപ്പോഴും ഭഗവാനെ തന്നെ, ആ ചിന്മയനായിരിക്കുന്ന നാരായണനെ തന്നെ ജപിച്ചു. നാരായണ എന്നുള്ള മന്ത്രവും ജപിച്ചുകൊണ്ടാണ് വെള്ളത്തിൽ മുങ്ങിയത്. നമ്മളത് ഓർക്കണം. വെറുതെ ചെന്നങ്ങ് വെള്ളത്തിൽ വീണതല്ല. ഭഗവാനെ ഒരുള്ള ചോറെടുക്കുമ്പോഴും ഭഗവാനെ കൃഷ്ണ എന്ന് നമ്മൾ ഓർക്കാപ്പുറത്ത് തന്നെ എന്താ പഠിച്ച് അങ്ങനെ അങ്ങ് ആവും. നമ്മൾ ചിന്തിക്കാതെ തന്നെ ഒരുള്ള ചോറെടുക്കുമ്പോഴും അത് ആവും. അങ്ങനെ സർവ്വ ജോലി ചെയ്യുമ്പോഴും ഭഗവാനെ കൃഷ്ണ നാരായണ. ഇദ്ദേഹം അതുപോലെ തന്നെ വെള്ളത്തിൽ മുങ്ങിയപ്പോൾ ഭഗവാനെ നാരായണ എന്നുള്ള ആ മന്ത്രം ജപിച്ചുകൊണ്ട് വെള്ളത്തിൽ മുങ്ങി. അപ്പോൾ ജലം തന്നിൽ കണ്ടത് അക്രൂരനും ശില്പുമാൻ രാമകൃഷ്ണന്മാരെ അപ്പോഴേ ചിത്തഭ്രമത്തോടുടൻ പൊങ്ങി നോക്കിനാൻ. ഭഗവാന്റെ നാരായണൻ എന്നുള്ള മൂലമന്ത്രം ചൊല്ലിക്കൊണ്ട് മുങ്ങിയപ്പോൾ എന്താ കണ്ടത്? ജലത്തിൽ ജലം തന്നിൽ കണ്ടു അക്രൂരൻ. ആരെയാ? ശില്പുമാൻ രാമകൃഷ്ണന്മാരെ, ഭഗവാനെയും രാമനെയും ആ വെള്ളത്തിൽ കണ്ടു.
അദ്ദേഹം ഭഗവാന്റെ മൂലമന്ത്രം ചൊല്ലി വെള്ളത്തിൽ മുങ്ങിയപ്പോൾ അദ്ദേഹം ജലത്തിൽ കണ്ടത് ശില്പമാനായിരുന്ന ഭഗവാനെയും രാമനെയും അപ്പോഴേ കണ്ടു. ചിത്തഭ്രമം എടുത്ത് ഉടനെ ഭ്രമമുണ്ട്. ഭഗവാൻ കൃഷ്ണനും രാമനും വെള്ളത്തിൽ എങ്ങനെ വന്നു? മനസ്സ് ഭ്രമിച്ചു. എന്താ ഇത് ഇങ്ങനെയുള്ള കാരണം എന്ന് പറഞ്ഞ് പെട്ടെന്ന് അങ്ങനെ എന്ത് ചെയ്ത് പൊങ്ങി നോക്കി, രഥത്തിലുണ്ടോ എന്ന് പൊങ്ങി നോക്കി. ശില്പമാം രാമകൃഷ്ണന്മാരെ അപ്പോഴേ ചിത്തഭ്രമത്തോടുടൻ പൊങ്ങി നോക്കി ഞാൻ. ചിത്രമാകും രഥേ കണ്ടിതവരെയും. ചിത്രം, എന്ത് രസം! അത് ആ ഭഗവാൻ കൃഷ്ണനും ആ രാമനും ആ രഥത്തിൽ ഇരിപ്പുണ്ട്. അപ്പം പിന്നെ വെള്ളത്തിൽ കണ്ടതെന്താണ്? അപ്പം ചിത്രമാകും രഥേ, അവരതുപോലെ ചിത്രം എങ്ങനെ ഇരുന്നു അതുപോലെ തന്നെ അവിടെ ആ രഥത്തിൽ ഇരിപ്പുണ്ട്. പിന്നെയും മുങ്ങി നോക്കിടുന്ന നേരത്ത് പന്നകനായകം പിന്നെയും കണ്ടിതു. പിന്നെയും അദ്ദേഹം അപ്പം രഥത്തിൽ കൃഷ്ണനും രാമനും ഇരിക്കുന്നതുകൊണ്ട് വീണ്ടും അദ്ദേഹം മുങ്ങി നോക്കി. ആ നേരത്ത് പന്നകനായകം, പന്നകനായകം എന്ന് വെച്ചാൽ എന്താ? പന്നകം ഇതല്ലയോ അനന്തൻ. പന്നകം പാമ്പാണ്, ഈ അനന്തനാണ്. അപ്പം പന്നകത്തിൻ്റെ പ്രധാനിയാണ് അനന്തൻ, സർപ്പങ്ങളുടെ നായകൻ, അതായത് തലവൻ. അപ്പോൾ പന്നകനായകം കണ്ടു. പിന്നെയും കണ്ടു അനന്തനെ. അപ്പോൾ രഥത്തിൽ നോക്കിയപ്പോൾ അവർ രണ്ടുപേരും രഥത്തിൽ ചിത്രമാകും രഥയെ കണ്ടു. അത് വീണ്ടും അദ്ദേഹം എന്താ ഇങ്ങനെ സംഭവിച്ച ചിത്തം ഭ്രമിച്ചുകൊണ്ട് വീണ്ടും വെള്ളത്തിൽ മുങ്ങിയപ്പോൾ പന്നകനായകം, അത് അനന്തനെ കണ്ടു. പിന്നെയും കണ്ടത് പൂർണ്ണ ശശാങ്കനേക്കാളും നിറത്തോടും. അപ്പോൾ ഈ അനന്തനെയും കണ്ടു. പിന്നെന്താ പറയാ? പൂർണ്ണ ശശാങ്കനേക്കാളും നിറത്തോടും സ്വർണപ്രഭാ സഹസ്രാര ഭണത്തോടും മിന്നി വിളങ്ങുന്നിതു ശ്വേതപർവ്വതം ഉന്നത ശൃംഗജാലത്തോടതുപോലെ. എങ്ങനെയാ? പൂർണ്ണ ശശാങ്കനേക്കാളും നിറത്തോടും. പൂർണ്ണ ശശാങ്കൻ വെച്ചാൽ അത്രമാത്രം ശോഭയേറിയ ചന്ദ്രൻ്റെ പ്രഭ, അതിനേക്കാളും നിറത്തോടും സ്വർണപ്രഭാ സഹസ്രാര ഭണത്തോടും 1000 ഭണങ്ങളോട് കൂടിയ സ്വർണ്ണ നിറത്തിലുള്ള ആ അനന്തനെ, അതിനെ മിന്നി വിളങ്ങുന്നു ശ്വേതപർവ്വതം, തിളങ്ങുന്നു ശ്വേതപർവ്വതം ഉന്നത ശൃംഗജാലത്തോടതുപോലെ ഒരു മിന്നി വിളങ്ങുന്നത് ശ്വേതപർവ്വതം ഉന്നത ശൃംഗജാലത്തോടതുപോലെയാണ് കാണുന്നത്. എങ്ങനെയാ? മിന്നി വിളങ്ങും അനന്തനാകും നല്ലൊരു ഉന്നത ശയതന്മേൽ ക്ഷീരവാരിധം. അങ്ങനെ ഇങ്ങനെ ഒരു എന്താ പറയുക, ഈ ഒരു മെത്ത പോലെ അങ്ങനെ അനന്തൻ്റെ സഹസ്രഭണങ്ങളും എല്ലായിട്ട് ഒരു പർവ്വതം പോലെ മിന്നി വിളങ്ങുന്ന ശ്വേതപർവ്വതം, ശ്വേതം വെളുപ്പ്, ഒരു വെളുത്ത പർവ്വതം ഉന്നത ശൃംഗജാലത്തോടതുപോലെ മിന്നി വിളങ്ങും. ആരാണ്? അനന്തൻ. അനന്തനാകും നല്ലൊരു ഉന്നത ശയതന്മേ, ഒരു ഉന്നതമായൊരു മെത്ത എങ്ങനെ കിടക്കുന്നു അനന്തൻ്റെ സഹസ്ര ഭണങ്ങളും പർവ്വതം പോലെ വെളുത്ത് തിളങ്ങി ഇങ്ങനെ ഒരു പർവ്വതം കിടന്ന് അതൊരു ഉന്നത ശയ്യ പോലെ ഒരു മെത്ത. എങ്ങനെയാ? ചുരുണ്ട് ഈ മെത്ത അങ്ങനെ നമുക്ക് അനന്തശയനെ കാണുന്നില്ലേ, നമ്മൾ പടത്തിൽ കണ്ടിട്ടുണ്ടല്ലോ. അതുപോലെ എവിടെ കിടക്കുന്നു? ഉന്നത ശയതന്മേൽ ക്ഷീരവാരിധോ. ഇദ്ദേഹം പാലാഴിയിൽ കാണുന്നതാണ്. ഇവിടെ കണ്ടത് ആ പാലാഴിൽ അനന്തനിൽ ശയിക്കുന്ന, അനന്തനാകുന്ന മെത്തയിൽ ശയിക്കുന്ന പരമാത്മാവായ ഭഗവാൻ നാരായണനെ, ആ ശയതമ ക്ഷീരവാരിധവും ചിന്മയം സന്മയം നാരായണം പരം നിർമ്മലം വിഷ്ണുരൂപം കണ്ടു. അപ്പം ആ പരമാത്മാവായ മഹാവിഷ്ണു നാരായണനെ ഇദ്ദേഹം വെള്ളത്തിൽ കാണുന്നു. കാളന്തി നദിയിലാണ് കാണുന്നത്. പക്ഷെ അദ്ദേഹം കാണുന്നത് എങ്ങനെയാണ്? പാലാഴിയിൽ അനന്തനിൽ ശയിക്കുന്ന ഭഗവാൻ നാരായണനെ, മഹാവിഷ്ണുവിനെ കാണുന്നു. അങ്ങനെ ചിന്മയം സന്മയം നാരായണം പരം നിർമ്മലം വിഷ്ണുരൂപം കണ്ടു. ഈശ്വരനായിരിക്കുന്ന നാരായണൻ നിർമ്മലനാണ്, അത് നിർമ്മലം വിഷ്ണുരൂപം കണ്ടു. നീലമരതകം തോൽക്കും നിറത്തോടും. അതിൻ്റെ നിറങ്ങളാണ് നീലമരതകം തോൽക്കും ആ നീലമരതകവും തോറ്റുപോകും. അതിനേക്കാൾ ശോഭയേറിയ നിറത്തോടും പാലാഴി വർണ്ണൻ മുഖമന്ദഹാസവും. ഭഗവാൻ പാലാഴി വർണ്ണൻ നാരായണൻ മുഖമന്ദഹാസം, ആ മുഖത്തെ ഒരു മന്ദഹാസവും മിന്നും മകരമണികുണ്ടലാഭയും, തിളങ്ങുന്ന മകരമണികുണ്ടലാഭയും, അതായത് കാതിലെ കുണ്ടലവും മകരമണി പോലത്തെ ആ സൗന്ദര്യം ശോഭയേറിയ കുണ്ഡലവും മിന്നുന്ന ഗണ്ഡങ്ങളും കമലാക്ഷവും. മിന്നുന്ന ഗണ്ഡങ്ങളും, കഴുത്തിലൊക്കെ മിന്നി തിളങ്ങുന്ന ഗണ്ഡം, കഴുത്തല്ലയോ കണ്ഠമാണ് കഴുത്ത്. ഗണ്ഡങ്ങളെന്ന് വെച്ചാൽ എന്താണ്? ഇങ്ങനത്തെ അർത്ഥമൊന്നും കാണുന്നില്ല, നോക്കാനുള്ള സമയവും ഇല്ല. അപ്പോൾ മിന്നുന്ന ഗണ്ഡങ്ങളും കമലാക്ഷം, അക്ഷം കണ്ണ്, മിന്നുന്ന ഗണ്ഡം
അതെന്തോ ആയിക്കോട്ടെ, എന്നാലും ഭഗവാന്റെ വർണ്ണനയാണല്ലോ. അപ്പം കമലാക്ഷവും നല്ല താമര പോലത്തെ കമലം, താമര പോലത്തെ അക്ഷി കണ്ണും, വജ്രപുഷ്പം എന്തോ ഒളിക്കുന്ന നാസിക, അത് എന്തോ ഒരു പൂവിൻ്റെ വജ്രപുഷ്പം തോറ്റൊളിക്കുന്ന നാസിക, മൂക്ക് എള്ളൻ പൂവിനെ പോലെ. എള്ളിൻ്റെ പൂവ് എങ്ങനെയാണെന്ന് കണ്ടിട്ടുണ്ടോ? അത് മൂക്കിനെ ഭംഗിപ്പെടുത്തുന്ന പറച്ചില. അത് എള്ളൻ പൂവ് പോലത്തെ ഭഗവാന്റെ നാസിക, മൂക്ക്. വിജ്വലിക്കും നല്ല ചില്ലി വിലാസവും, നല്ല ചില്ലി പുരികമല്ലേ, അങ്ങനെ. പഞ്ചമി ചന്ദ്ര സമാന ലലാടവും. പഞ്ചമി എന്ന് വെച്ചാൽ പിന്നെ ചന്ദ്രൻ ചന്ദ്രൻ തന്നെ. സമാനം എന്തുപോലെയാ? പഞ്ചമി ചന്ദ്രൻ. പ്രഥമ, ദ്വിതീയ, തൃതീയ, ചതുർത്ഥി, പഞ്ചമി, 5. അപ്പോൾ പ്രഥമ തൊട്ട് പഞ്ചമി വരെ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ എനിക്ക് ഒരു യുക്തി കൊണ്ട് പറയുന്നത്, എനിക്കതിൻ്റെ അർത്ഥം അല്ലാതെ എനിക്കറിയില്ല. ഇതായിരിക്കും അതിൻ്റെ ഊഹിക്കാം. പഞ്ചമി ചന്ദ്രൻ എന്ന് വെച്ചാൽ 5ാമത്തെ ദിവസമാണ് പഞ്ചമി. ഈ പൂർണ്ണചന്ദ്രൻ ഉദിച്ചിട്ട് പഞ്ചമി നാളിൽ പിന്നെ എത്രത്തോളം പ്രഭ, അതായത് എത്രത്തോളം ചന്ദ്രൻ്റെ ഭാഗം കാണും നമുക്ക്, കുറച്ച് കുറഞ്ഞ് ഒരു അമ്പിളിക്കല പോലെ വരുമല്ലോ. അപ്പോൾ അത് 5ാമത്തെ പഞ്ചമിയുടെ എങ്ങനെ ഇരിക്കും? അതിന് സമാനമായ ലലാടം നമ്മൾ കേട്ടില്ലേ? ചന്ദ്രനെ പോലത്തെ അർദ്ധചന്ദ്രൻ ലലാടം. നെറ്റി ഫുള്ളും ഒരു പകുതി വരുമ്പോൾ പഞ്ചമി ചന്ദ്രൻ്റെ അതുപോലെ ഇരിക്കും. ഭഗവാന്റെ നെറ്റിയുടെ ഭംഗിയെപ്പറ്റി പറയുന്നതാ. ചന്ദ്രൻ പൂർണ്ണചന്ദ്രനാണെങ്കിൽ വട്ടമാണ്. അതിൽ നിന്ന് കുറച്ച് പോയി ഒരു അമ്പിളിക്കല പോലെ ഒടുക്കമാവില്ല. അതിന് മുമ്പായിട്ട് പഞ്ചമി 5ാമത്തെ ദിവസം പഞ്ചമി നടന്ന് എത്രമാത്രം ചന്ദ്രനെ കാണാം അതുപോലെ ആ ഒരു ഭംഗിയേറിയ ലലാടം നെറ്റി. 5 കൊഞ്ചികളാകുന്ന കൊണ്ടലും പൊന്മയമായ കിരീട പ്രകാശവും. ഭഗവാന്റെ അതായത് ചുരുണ്ട മുടികളും പൊന്മയമായ കിരീട പ്രകാശവും, നല്ല കിരീടത്തിൻ്റെ ഇതൊക്കെ ഇദ്ദേഹം ഈ നദിയിൽ കാണുന്നതാ. പാലാഴിയിലാണ് കാണുന്നതൊക്കെ അങ്ങ് പാലാഴിയായിട്ടാണ് കാണുന്നത് ഈ നദി. അപ്പോൾ പൊന്മയമായ കിരീട പ്രകാശവും, തന്മേൽ വിളങ്ങുന്ന ഈ പ്രകാശവും, പിന്നെ അതിന്മേൽ എന്താ വിളങ്ങുന്ന രത്നങ്ങൾ ശോഭയും, ഈ കിരീടത്തിൻ്റെ മുകളിൽ ഈ വിളങ്ങുന്ന രത്നങ്ങൾ പതിച്ച ശോഭയും, ബന്ധൂക പുഷ്പ സമാന അധരാഭയും, ചന്തമേറും കുന്തസൂനാഭദന്തവും. എന്താ കുന്തസൂനു? കുരുക്കുത്തി മുല്ലപ്പൂവ് എന്നൊരു ഇതുണ്ട്. ആ പൂവിനെ ചന്തമേർന്ന ആ പൂവിനെ പോലുള്ള ശോഭയേറെ ദന്തവും, കുഞ്ഞു പല്ലുകൾ ഭഗവാന്റെ. ഗ്രീവാസ് ശോഭയും, ഗ്രീവാസ് കഴുത്തിൻ്റെ ശോഭയും, കൗസ്തുഭ ശോഭയും, ശ്രീവത്സ വികസിത ശോഭയും. വത്സ വികസിത, നല്ല വികസിതമായ മാറ്. അത് ശ്രീവത്സം. പിന്നെ എന്തോ ഭഗവാന്റെ മാറിൽ ശ്രീവത്സം ഉണ്ടല്ലോ, അതും വികസിച്ചിരിക്കുന്ന ആ ശോഭയേറിയ മാറും. ചാരു ചതുർഭുജം, 4 ഭുജം കൈകളും, ചാരു കൃശോ ഉദരം, കുഞ്ഞ് നല്ല എന്താ പറയുക, ഭഗവാന്റെ വയറത്രയ്ക്ക് നല്ല ഒരു പ്രത്യേക ഭംഗിയേറിയ കൃശോ ഉദരം, കുഞ്ഞു വയറ്. അതിൻ്റെ ഭംഗി പ്രത്യേകതയാണ്. ഈ 7 ലോകം ധരിച്ചുള്ള നാഭിയും. 7 ലോകം ധരിക്കുന്നത് എവിടെയാ? ഭഗവാന്റെ വയറില. ഈ 7 ലോകം നമ്മളെല്ലാം അതിലടങ്ങും. ഭഗവാന്റെ വയറ് നമ്മളെ മൊത്തവും അതിൽ വഹിക്കുന്ന, പ്രളയമരം മൊത്തവും പരമാത്മാവെന്ന നാരായണൻ്റെ ഉള്ളിൽ വഹിക്കും നമ്മളെ മൊത്തവും. അതുകൊണ്ടാണ് 7 ലോകം ധരിച്ചുള്ള നാഭിയും പൊക്കിൾ സ്ഥാനം. ചാരു രോമാളി കടി തടശോഭയും. അതിൻ്റെ തൊട്ട് താഴേക്കായുള്ള രോമാളി കടി തടശോഭ, നല്ല രോമങ്ങളിങ്ങനെ ചുരുണ്ടിങ്ങനെ പൊക്കിളിൻ്റെ താഴേക്ക് ഇങ്ങനെ എന്തോ ഒരു രോമാവലി ശോഭയേറിയ അതും. ഊരുക്കൾ നീല മരതക സ്തംഭവൽ. ഊരുക്കൾ വെച്ചാൽ തുടയോ, ഇതെല്ലാം ഭഗവാനെ വർണ്ണിക്കുന്നതാ. ജാനുവും ലക്ഷ്മി പരിലാളിതമായൊരാനന്ദമായി വിളങ്ങും കണങ്കാലും. അപ്പോൾ ഭഗവാന്റെ തുട, കണങ്കാല്, ഇങ്ങനെയുള്ള ഓരോ ഭാഗത്തെ പറ്റി പറയുന്നതാണ്. ഇതെല്ലാം കണ്ട കാഴ്ച അദ്ദേഹം ഇവിടെ വർണ്ണിക്കുന്നതാണ്. എന്നിട്ടോ ശ്രീപാദപത്മ നഖരപ്രകാശവും. ഭഗവാന്റെ പാദപത്മത്തിലെ നഖങ്ങളുടെ ഒരു പ്രത്യേക തിളക്കവും പ്രകാശവും. ചാപമത്സ്യാദിയാം രേഖാസമൂഹവും. വില്ലും ചാപം, മത്സ്യത്തിൻ്റെ എല്ലാം അടയാളങ്ങൾ, രേഖകളെല്ലാം സമൂഹം ഒരു കൂട്ടത്തോടെ എന്തൊക്കെ ഭഗവാന്റെ പാദത്തിലുണ്ടോ അത് മൊത്തം. ഭഗവാൻ ഇങ്ങനെ അനന്തത്തിൽ ശയിച്ച് കിടക്കുമ്പോൾ ഭഗവാന്റെ പാദം നമുക്ക് കാണാമല്ലോ. നമ്മൾ ശ്രീപത്മനാഭ
അവിടെ ഇങ്ങനെ നമ്മൾ ഈ ഫോട്ടോയിലൊക്കെ കാണുമല്ലോ അനന്തനിൽ ശയിക്കുന്ന ഭഗവാന്റെ പാദങ്ങൾ ഇങ്ങനെ കിടക്കുമ്പോൾ കാണാം. അതിൽ ഇദ്ദേഹം കാണുന്നു ചാപ മത്സ്യാദിയ രേഖ സമൂഹം കൂട്ടം എന്തെല്ലാം ഭഗവാന്റെ പാദത്തിലുണ്ടോ അതെല്ലാവും. കങ്കണജാലവും തോൾവളജാലവും പങ്കജ പാണിതല അങ്കുലീയങ്ങളും തങ്കപ്പതക്ക വനമാല്യ ശോഭയും. ഇതൊക്കെ ഭഗവാന്റെ മാറിലിടുന്ന ഓരോരോ മാലകളുടെ എല്ലാം ഭംഗിയെ പറ്റിയാണ്. പങ്കജ പാണി നല്ല താമര പോലുള്ള പാണി തല അങ്കുലീയങ്ങളും. ഈ വിരലിലെല്ലാം പ്രത്യേകം മോതിരങ്ങളൊക്കെ കാണും. ഇതൊക്കെ എന്തോ എനിക്ക് പ്രത്യേകിച്ച് പറയാൻ അർത്ഥങ്ങളൊന്നും അറിയത്തില്ല. എല്ലാം നമ്മൾ ചിന്തിച്ചാൽ മതി. തങ്കപ്പതക്ക വനമാല്യ ശോഭയും പങ്കജമാല്യ തുളസീമാല്യങ്ങളും പീതവസനവും കാഞ്ചികൾ നൂപുരം പാദയുഗ്മേ രത്നമാല്യ ശിഞ്ചീരവും. പാദം യുഗ്മം 2 പാദത്തിലും രത്നമാല്യ ശിഞ്ചീരവും. അതൊക്കെ പിന്നെ ശിഞ്ചീരം എനിക്കൊന്ന് കുലുസാണെന്ന്. പാദപത്മത്തിൽ കുലുസല്ല മറ്റൊന്നും വരത്തില്ലല്ലോ അല്ലേ? അങ്ങനെ ചിന്തിക്കാം. ശംഖചക്രങ്ങൾ ശാർങ്ങങ്ങൾ ആദ്യ ആയുധം. ശംഖ് ചക്ര ശാർങ്ങങ്ങൾ ആദ്യ ആയുധവും പങ്കജമാനിനി ശ്രീ ഭൂമിദേവിയും പങ്കജ നേത്രൻ ഇരുപാടും. ഇങ്ങനെ ഭഗവാന്റെ ഇരുപാടും 2 പേര് നിൽപ്പുണ്ട്. ഒന്ന് ശ്രീയും ഒന്ന് ഭൂമിയും. ശ്രീ ആരാ? മഹാലക്ഷ്മി. ഭൂമിദേവിയും. ഭഗവാന്റെ അപ്പുറവും ഇപ്പുറവും 2 സൈഡിനായിട്ട് പിന്നെ ഭഗവാൻ മഹാലക്ഷ്മി ആയിരിക്കുന്ന ഇന്ദിരാദേവിയും ഭൂമിദേവിയും ഭഗവാന്റെ ഈ പങ്കജമാനിനി ശ്രീ ഭൂമിദേവിയും പങ്കജനേത്രൻ ഇരുപാടും. ഇങ്ങനെ ഭഗവാന്റെ പങ്കജമായിരിക്കുന്ന നേത്ര ഭഗവാന്റെ മുഖത്തിൻ്റെ അപ്പുറം ഇപ്പുറം അങ്ങനെ ഇരുപാടും ഇങ്ങനെ തൻ കടാക്ഷയെ ശുശ്രൂഷിച്ചിരിപ്പതും. അങ്ങനെ അവരിങ്ങനെ ഭഗവാനെ തന്നെ കടാക്ഷ കൊണ്ട് ശുശ്രൂഷിച്ചിരിക്കുകയാണ്. എപ്പോഴും ഭഗവാന്റെ ഇടത്തേക്കടലും വലത്തേക്കടലായിട്ട് ഇങ്ങനെ നോക്കി 2 ശ്രീ അങ്ങനെയാണെന്നെനിക്ക് തോന്നുന്നു. എന്ന് വെച്ചാൽ പങ്കജ നേത്രനും ഇരുപാട് ഭഗവാന്റെ കണ്ണിൻ്റെ ഇരുപാടും 2 വശത്തും തൻ കടാക്ഷേണ ശുശ്രൂഷിച്ചിരിക്കുന്ന ആരാ? ഈ ശ്രീയും ഭൂമിയും 2 ദേവിമാരും. എങ്ങനെയാണെന്ന് വെച്ചാൽ തൻ കടാക്ഷേണ ശുശ്രൂഷിച്ചിരിപ്പത് എങ്ങനെയാ? അവർ 2 പേരും അപ്പുറം ഇടത്തെ കണ്ണിലും വലത്തെ കണ്ണും നോക്കി ഇങ്ങനെ ഇരിക്കാമല്ലോ. 2 ദേവിമാരും ഭഗവാന്റെ ഭാര്യമാരാണല്ലോ, ഭൂമിദേവിയും മഹാലക്ഷ്മിയും. അങ്ങനെ ഇരിപ്പതും കൈലാസവാസി കമലോത്ഭവാദി ദിക്പാലക ദേവകൾ മാമുനി ഗന്ധർവചാരണ കിന്നര യക്ഷ സിദ്ധഗണ നാരദ യോഗി സനൽകുമാരാദികൾ നന്ദാദി പാർഷദന്മാർ സംഘവും. ഇവരെല്ലാവരും ഒത്തോടെ കണ്ടു. ഈ അക്രൂരൻ ഈ നദിയിൽ മുങ്ങിക്കിടന്ന് കാണുന്ന കാഴ്ചയാണ് ഇതൊക്കെ. എന്തൊക്കെയോ ഭഗവാന്റെ അടുക്ക പാലാഴിയിൽ ഭഗവാൻ കിടക്കുമ്പോൾ എന്തെല്ലാം ഭഗവാന്റെ അടുക്കലുണ്ട്. 2 ദേവിമാരും അവിടെ പിന്നെ കൈലാസവാസി കമലോത്ഭവാദി ദിക്പാലക ദേവകൾ മാമുനി ഗന്ധർവ ചാരണ കിന്നരന്മാർ യക്ഷന്മാർ സിദ്ധഗണങ്ങൾ നാരദയോഗി സനൽകുമാരന്മാരും നന്ദാദി പാർഷദന്മാരും രക്ഷി സംഘവും. പന്നക പ്രഹ്ലാദനാദി വസുക്കളും. പന്നകം സർപ്പം, പ്രഹ്ലാദനാദി പ്രഹ്ലാദനെ പോലുള്ള നല്ല ഭക്തന്മാരെ ശിഷ്യന്മാർ, ഇതൊക്കെ ഭഗവാന്റെ ഭക്തന്മാരല്ലേ പ്രഹ്ലാദനൊക്കെ. അങ്ങനെയുള്ള വസുക്കളും കീർത്തിയും തുഷ്ടിയും ശ്രീ പുഷ്ടി വിദ്യയും ഇങ്ങനെയുള്ള ഓരോ ദേവിമാരും മൂർത്തി അവിദ്യയും ഉണ്ട് എന്നിവയൊക്കെയും തത്തൽ ക്രമേണ സമസ്ത വ്യാപ്യം പരം. അവിടെ സമസ്തവും അവിടെ വ്യാപിച്ച് മൊത്തത്തിൽ ഇദ്ദേഹം കാണുക. അവിടെ ചുരുക്കി പറഞ്ഞാൽ അവിദ്യയുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കണം, ഇവിടെ അവിദ്യയാണ് നമുക്കിതെല്ലാം വേണ്ടുന്നതാണ്. അവിദ്യ നമ്മൾ ചിന്തിക്കും, ഇതെല്ലാം അറിഞ്ഞ് വരുമ്പോൾ നമുക്ക് അവിദ്യ ഇത്രയ്ക്ക് മോശമാണ്. പക്ഷേ അവിദ്യ ഇതിലെല്ലാം മുന്നേ വേണ്ടുന്ന അവിദ്യ. അതുകൊണ്ട് നമുക്കൊക്കെ ഇങ്ങനെ ഇരിക്കാനും പറയാനൊക്കെ പറ്റും. ഈ ശക്തി തരുന്ന ആഹാരം ഈ പ്രപഞ്ചത്തിൽ നിന്നാണല്ലോ നമുക്കെല്ലാം ഇത് കിട്ടുന്നത്. അപ്പോൾ അവിദ്യയും എല്ലാവരും ഒക്കെയും തത്തൽ ക്രമേണ സമസ്ത വ്യാപ്യം പരം ഉത്തമം ഭാഗവതാഠ്യം സ്തുതിക്കയും. ഇവരെല്ലാവരും എന്ത് ചെയ്യുന്നു? ഉത്തമനായിരിക്കുന്ന ഭഗവാനെ അവരെല്ലാവരും സ്തുതിക്കുക. പാലാഴിയിൽ അനന്തനിൽ ശയിക്കുന്ന പരമാത്മാവായ നാരായണൻ മഹാവിഷ്ണുവിനെ 4 കൈകളോടുകൂടി ഇത്രയെല്ലാം അലങ്കാരത്തോടുകൂടി അനന്തനിൽ ശയിച്ചിരുന്ന ഭഗവാനെ ഇവരെല്ലാവരും ദേവിമാരും തുഷ്ടിയും പുഷ്ടിയും കീർത്തിയും നാരദനും വസുക്കളും എല്ലാവരും ഈ പറഞ്ഞവരെല്ലാവരും ഭഗവാനിങ്ങനെ ഉത്തമം ഭാഗവതാഠ്യം സ്തുതിക്കയും ഭക്തിയോടങ്ങവർ ചൂടുറ്റു നിന്ദിതം
ഭക്തിയോട് നിൽക്കുന്ന ചൂടുറ്റ് നിൽക്കുകയാണ്. ഇത്രയും പേരും ഉത്തമനായിരിക്കുന്ന ഭാഗവതാഠ്യനെ പരമാത്മാവിനെ സ്തുതിച്ച് ഭക്തിയോട് അങ്ങവർ ചൂടുറ്റു നിന്നിതം. ഇങ്ങനെ അവരെല്ലാവരും നിന്നിട്ട് ഉത്തമം നാരായണം ഭജിക്കുന്നതും ചിത്തത്തിൽ ഇങ്ങനെ കണ്ടൊരു അക്രൂരനും ഭക്തിയോട് ഉത്തമ പുരുഷൻ വാഴ്ത്തിനാൻ. ഇങ്ങനെ ഇതെല്ലാം ആര് കാണുന്നു? ഉത്തമനായിരിക്കുന്ന ഈ പരമഭക്തനായിരിക്കുന്ന അക്രൂരൻ എത്രമാത്രം ഭക്തനാണെന്ന് അതിൽ വെച്ച് നമുക്ക് മനസ്സിലാക്കണം. ഒരു ഭക്തനെ, അതായത് അദ്ദേഹം സർവദാ എപ്പോഴും പരമാത്മാവിനെ, ഭഗവാനെ, നാരായണ എന്ന് പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ. നമ്മൾ കേട്ടല്ലോ, നമ്മൾ വായിച്ചല്ലോ, അദ്ദേഹം രഥത്തിൽ കയറി മധുരയിൽ നിന്ന് തിരിച്ചപ്പോൾ തന്നെ എന്താ അദ്ദേഹത്തിൻ്റെ ഓർമ്മ? എപ്പോഴും ഭഗവാൻ എന്നുള്ള സ്തുതിപ്പാണ്. അവിടെ ചെല്ലുമ്പോൾ ഭഗവാനിൻ്റെ പാദത്ത് ഞാൻ കൂപ്പും, അപ്പോൾ എന്നെ പിടിച്ചെഴുന്നേൽപ്പിക്കും. അപ്പോൾ ഉണ്ടാകുന്നൊരു അവസ്ഥ എനിക്കിപ്പോൾ വർണ്ണിക്കാനും ഇപ്പം ഞാൻ അനുഭവിക്കാൻ ഇപ്പോൾ എനിക്ക് വർണ്ണന ചെയ്യാൻ അതെന്നെങ്ങനെയാണെന്ന് എനിക്ക് പറയാൻ പറ്റുകയില്ല. അപ്പോഴത്തെ അവസ്ഥ ഇത്രയെല്ലാം പറഞ്ഞ് ഭഗവാനെ കാണുവോളവും ഭഗവാനുള്ള ചിന്ത. അതാണൊരു ഭക്തൻ. നമ്മളാരും അങ്ങോട്ട് ഉദ്ധരണിച്ചിട്ടല്ല ആ അക്രൂരൻ ഭജിക്കുന്നത്. ആരും അക്രൂര നീ ഇങ്ങനെ ഭഗവാനെ ഭജിക്കണമെന്ന് ഒരു രക്ഷാർത്ഥക്കളും പറഞ്ഞു കൊടുക്കുന്നില്ല. ഭക്തനാണ്, ഒറിജിനലാണ്, അദ്ദേഹത്തിൻ്റെ ഉള്ളത്തിലുള്ളതാണ്. അങ്ങനൊരു ഭക്തനെ ഇങ്ങനെ കുളിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും ഏത് സമയവും ഭഗവാനെ അകമഴിഞ്ഞ് ഭക്തി ഉണ്ടെങ്കിൽ ആ ഭക്തനെ പിന്നെ ഭഗവാൻ കാണിക്കത്തില്ലേ? അവിടെ കാണണമെന്ന് പറയുകയൊന്നും വേണ്ട. നേരിട്ട് കണ്ട ശരീരം അദ്ദേഹത്തിന് അപ്പോഴവിടെ കണ്ടു. ഭഗവാനോട് അവർ യാത്ര ചെയ്യുന്നു, അവിടെ ചെന്നും കണ്ടു. പക്ഷേ യഥാർത്ഥ വിശ്വരൂപം ആ പരമാത്മാവിനെ കാണിച്ചു കൊടുത്തു. ഇപ്പം അവതരിച്ച കൃഷ്ണനേലി നേരിട്ട് കണ്ടിട്ടുള്ളൂ. എന്നാൽ ഈ ആൾ ആരാണ്? പാലാഴിയിൽ അനന്തൽ ചെയ്യുന്ന ഭഗവാൻ നാരായണൻ മഹാവിഷ്ണുവിനെ അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു. അപ്പോൾ എന്താ, എത്രത്തോളം ഭക്തനായിട്ടാ പരമാത്മാവിനെ കാണിച്ചു കൊടുത്തത്? ഭഗവാൻ ആ നാരായണനെ, ആ അനന്തനെ എത്രമാത്രം ഭക്തനായതുകൊണ്ടാണ് ഭഗവാൻ ആ വെള്ളത്തിൽ കിടക്കുന്ന അക്രൂരനെ ഇത്രയും ഈശ്വരൻ രഥത്തിൽ കൊണ്ട് കാണിച്ചു കൊടുത്തത്. അപ്പോൾ മനസ്സിലാക്കണം ഭക്തൻ്റെ ഒരു മാഹാത്മ്യം. യഥാർത്ഥ ഭക്തന്മാർക്ക് കൊടുക്കുന്ന, ഭഗവാൻ കൊടുക്കുന്ന ആ എന്താ പറയുക, ആ പ്രത്യക്ഷമായി ഇതെല്ലാം കൊടുക്കുന്നത് എല്ലാം അദ്ദേഹത്തിന് സാധിച്ചു. നമുക്കും ഒരു യഥാർത്ഥമായി ഇങ്ങനൊരു അകമഴിഞ്ഞ ഭക്തനാകുമ്പോൾ നമുക്ക് ഇതുപോലെ സർവ്വതും ഭഗവാൻ നമുക്ക് തന്നെ നമ്മൾ ചോദിക്കുകയേ വേണ്ട. ഈ ലോകത്തിലുള്ളതും വരും ലോകത്തിലുള്ളതും എല്ലാം ഭഗവാൻ നമുക്ക് നൽകും. നമ്മൾ ഒന്നും അറിയണ്ട, നമ്മൾ ഭഗവാനെ തന്നെ ധ്യാനിച്ചാൽ മാത്രം മതി. മറ്റു കാര്യങ്ങളൊക്കെ ഭഗവാൻ നമ്മളെ നോക്കിക്കൊള്ളും. നമുക്ക് ഇന്നത് വേണം, ഭഗവാനെ പ്രത്യക്ഷമായി കാണണം, ഒന്നും വേണ്ട. നമുക്ക് എപ്പോഴും മനസ്സിലിങ്ങനെ ധ്യാനം മാത്രം മതി. അപ്പോൾ കാണേണ്ട സമയത്ത് ഭഗവാൻ കാണിച്ചിരിക്കും. അവിടെ ഒന്നും ചിന്തിച്ചിട്ടല്ലല്ലോ വെള്ളത്തിൽ മുങ്ങാൻ പോയത്. നാരായണ എന്ന് ചിന്തിച്ചതല്ലേ ഉള്ളൂ. ഭഗവാനെ ചിന്തിച്ചു, മൂലമന്ത്രം ഭഗവാനെ നാരായണ എന്ന് ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം വെള്ളത്തിൽ മുങ്ങി. അത്ര ഭക്തനായതുകൊണ്ട് ഭഗവാൻ മനസ്സിലാക്കി ഇദ്ദേഹത്തിന് അവസരം ഇപ്പോൾ കൊടുക്കണം, അദ്ദേഹത്തിന് സമയമായി. പ്രത്യക്ഷമായിട്ട് നേരിട്ട് പാലാഴിൽ വസിക്കുന്ന ഭഗവാൻ അതിൻ്റെ മൂലം കാരണം എവിടെയാ? ഭഗവാനാണ് ഇവിടെ കൃഷ്ണനായിട്ട് അവതരിച്ചേക്കുന്നത്. അതിനെ നേരിട്ട് കണ്ട് വണ്ടിയിൽ ഒന്നിച്ച് യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ അതാരാണ്? ആ ആളിനെ, ആ ഭഗവാനെ കാണിച്ചു കൊടുത്തു. നമുക്കിങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നമുക്കും പാലാഴിൽ വസിക്കുന്ന ഭഗവാൻ നാരായണനെ നമുക്ക് കാണാൻ. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം, ഹരി ഓം, ഹരി ഓം.